ചൊറിഞ്ഞ് പണ്ടാരമടങ്ങി തിരുവനന്തപുരത്തെ ബി.ജെ.പിക്കാർ. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള നെട്ടയത്ത് CPIM ബി.ജെ.പി പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇതിൽ ബി.ജെ.പി പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ബി.ജെ.പി പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തു. സാധാരണ ഇത്തരം ധർണ നടക്കുമ്പോൾ വരുൺ എന്ന് പറയുന്ന ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് തുടക്കത്തിൽ നേരിടുന്നത്. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിലാണ് ലാത്തിചാർജ് നടത്തുന്നത്. അതിലെ പ്രാഥമികമായ കടമ പോലീസ് നിർവഹിച്ചു. വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ഇപ്പോൾ ഈ ജലപീരങ്കിയിലെ വെള്ളവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ബി.ജെ.പിക്കാർ ഉന്നയിക്കുന്നത്. ജലപീരങ്കിയായിട്ടുള്ള ഈ വരുണിൽ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം തോട്ടിലെ മലിനമായ ജലമെന്നാണ് തിരുവനന്തപുരം മേയർ VV രാജേഷ് അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ജലപീരങ്കി ഉപയോഗിച്ചല്ലോ, അതിൽ നിന്ന് വന്ന വെള്ളം എന്താ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളെ പുറത്തോട്ട് വിഷ്വൽസാ. ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് പോലും ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, അതറിയണം. അത് എവിടെ നിന്ന് ഫില്ല് ചെയ്ത വെള്ളമാണ്, ആ വെള്ളം ഫില്ല് ചെയ്ത് ഏത് കുളത്തിൽ നിന്നാണ്, എവിടെ നിന്നാണ്, ഏത് സമയത്താണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് അണുബാധയേറ്റ വെള്ളം വനിതാ പ്രവർത്തകർക്ക് നേരെ ചീറ്റിയത്. ഇപ്പോൾ അവർ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, ഇപ്പം മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. 2 മണിക്ക് അവർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്ത് കാണും. രാജേഷ് പറയുന്നതിനെ പിന്തുണച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥും രംഗത്ത് വന്നിരിക്കുകയാണ്. പോലീസ് ഈ ജലപീരങ്കിയിൽ ഉപയോഗിച്ചത് തോട്ടിലെ മലിനമായ ജലമാണെന്നും അത് തങ്ങൾക്കുമേൽ പതിച്ച് മാരകമായ അസുഖങ്ങൾക്കുള്ള സാധ്യതയാണെന്നുമാണ് ആശാനാഥിന്റെയും വാദം. നമ്മൾ ജലപീരങ്കിയൊക്കെ തന്നെ ഉണ്ടാകും എല്ലാ സമരത്തിലും. കുറച്ച് പ്രൊവോക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ജലപീരങ്കിയൊക്കെ അടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇത്രയും തുടക്കം മുതൽ അവസാനം വരെ ജലപീരങ്കിയിലെ ടാങ്കിലെ വെള്ളം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. വിഷ്വൽസിൽ ഫുള്ളും അവസാനം വരെ ചെളിവെള്ളമാണ് അടിച്ചത്. കാരണം അപ്പൊ അതൊക്കെ തന്നെ വളരെയധികം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ജലപീരങ്കിയിൽ നല്ല രീതിയിലുള്ള വെള്ളം ആണ് എല്ലാ സമരത്തിനും കൊണ്ടുവരേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ മോശം രീതിയിലുള്ള വെള്ളമാണ് അടിച്ചത്. നിങ്ങൾ അതിന്റെ ഫോഴ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇനി രാജേഷിനോടും ആശാനാഥിനോടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒന്നാമത്, കേരളം വറ്റി വരണ്ടിരിക്കുകയാണ്. മിക്ക ജില്ലകളിലും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ സെൽഫ് ക്വാറന്റൈൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഓരോരുത്തരും പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ടുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചാണ്, പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് ഈ സെൽഫ് ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് വരണ്ടുണങ്ങിയിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ തവണത്തേക്കാൾ പല ജില്ലകളിലും 4.3% ചൂട് കൂടിയിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അങ്ങനെ കേരളം വറ്റി വരണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് വേണ്ടി നാട്ടുകാർ നെട്ടോട്ടമോടുകയാണ്. ശുദ്ധജലം കിട്ടാനില്ല, ഉള്ള ജലമാകട്ടെ മലിനജലവും. അപ്പോഴെവിടെ നിന്നാണ് ഈ രാജേഷും ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥും പറയുന്ന മിനറൽ വാട്ടർ പോലീസുകാർ ശേഖരിക്കേണ്ടത്? നിങ്ങൾക്കുമേൽ പ്രയോഗിക്കാനായി ഇത്തരത്തിലുള്ള മിനറൽ വാട്ടർ അവർ ഈ വലിയ ജലപീരങ്കിയിൽ എവിടെ നിന്നാണ് ശേഖരിക്കേണ്ടത്? അതിനുള്ള മറുപടി നിങ്ങൾ പറയൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ്. അത് ഏത് പാർട്ടിക്കാരായാലും പോലീസുകാർക്ക് ഇത്തരമൊരു അവസ്ഥയിൽ, ഇത്തരമൊരു കാലാവസ്ഥയിൽ ഇതൊക്കെ തന്നെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് സാംക്രമിക രോഗങ്ങൾ പകരുന്നുവെങ്കിൽ അതിന് തക്കതായ ചികിത്സ ഉണ്ട്. മെഡിക്കൽ കോളേജ്, രാജേഷ് തന്നെയാണ് പറയുന്നത്, മെഡിക്കൽ കോളേജിലടക്കം പ്രവർത്തകർ പോവുകയാണെന്ന് രാജേഷ് തന്നെ പറയുന്നു. അത്തരത്തിൽ പോയി നിങ്ങൾ ചികിത്സിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.